ദൈനംദിന ജീവിത ചെലവ് നിയന്ത്രിച്ച് കുടുംബ ബജറ്റ് സന്തുലിതമാക്കുന്നത് ഇന്ന് ശരാശരി മലയാളി കുടുംബങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. പച്ചക്കറികൾ വാങ്ങാൻ വിപണിയിലെത്തുമ്പോൾ തന്നെ ഉയർന്ന വിലയാണ് നേരിടേണ്ടി വരുന്നത്. അതേസമയം മീനോ ഇറച്ചിയോ വാങ്ങാൻ തീരുമാനിച്ചാലും വലിയ തുകയാണ് ചെലവാകുന്നത്. അരി, മുട്ട, പച്ചക്കറി, മത്സ്യം, കോഴിയിറച്ചി തുടങ്ങി വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഒരേ സമയം ഉയർന്നതോടെ സാധാരണക്കാരുടെ അടുക്കള ചെലവ് കുത്തനെ വർദ്ധിച്ചിരിക്കുകയാണ്. ഓണ സീസൺ അടുത്തെത്തുന്ന സാഹചര്യത്തിൽ ഈ വിലക്കയറ്റം കുടുംബങ്ങളുടെയും ഹോട്ടൽ മേഖലയുടെയും ആശങ്ക ഇരട്ടിയാക്കുകയാണ്. നിലവിലെ വിലവർധനയ്ക്ക് പിന്നിൽ നിരവധി ഘടകങ്ങളുണ്ട്. സംസ്ഥാനത്ത് നിലവിലുള്ള ട്രോളിംഗ് നിരോധനം മൂലം കടൽ മീൻ ലഭ്യത കുറഞ്ഞു. അതോടൊപ്പം കോഴിത്തീറ്റയുടെ വില വർദ്ധിച്ചതും തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രതികൂല കാലാവസ്ഥയും ചരക്കുകൂലി വർദ്ധിച്ചതും വിപണിയെ കാര്യമായി ബാധിച്ചു. വിവിധ മേഖലകളിലുണ്ടായ ഈ പ്രതിസന്ധികൾ ഒന്നിച്ചു ചേർന്നതോടെ ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ വലിയ വർധനയാണ് രേഖപ്പെടുത്തുന്നത്. ഉപഭോക്താക്കൾക്ക് മാത്രമല്ല ചെറുകിട വ്യാപാരികൾക്കും ഈ സാഹചര്യം സാമ്പത്തിക തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കേരളത്തിലേക്ക് അരി എത്തുന്നത് പ്രധാനമായും ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഈ പ്രദേശങ്ങളിൽ മഴയുടെ കുറവ് കാരണം നെൽകൃഷി പ്രതീക്ഷിച്ച രീതിയിൽ നടന്നില്ല. ചിലർ കർഷകർ കൃഷി ഇറക്കുന്നതിൽ നിന്ന് പോലും പിന്മാറിയ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതോടെ അരിയുടെ ലഭ്യത കുറഞ്ഞതും വില ഉയരാൻ കാരണമായി. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അരിവിലയിൽ തുടർച്ചയായ വർധനവാണ് അനുഭവപ്പെടുന്നത്. ഓണസമയത്ത് ആവശ്യകത കൂടുന്നതോടെ വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ മത്തി, അയല, കരിമീൻ, കിളിമീൻ, കേര, ഓലക്കുടി തുടങ്ങി സാധാരണക്കാർ കൂടുതലായി വാങ്ങുന്ന മത്സ്യങ്ങളുടെ ലഭ്യത കുറഞ്ഞു. ആവശ്യത്തിനനുസരിച്ച് വിപണിയിൽ മീൻ എത്താത്തതിനാൽ വില കുത്തനെ ഉയർന്നു. ഉയർന്ന വില കാരണം ഉപഭോക്താക്കൾ മത്സ്യം വാങ്ങുന്നത് കുറച്ചതോടെ ചെറുകിട മത്സ്യവ്യാപാരികളുടെ വിൽപ്പനയും വരുമാനവും ഇടിഞ്ഞു. മത്സ്യവിപണിയിലെ ഈ മാന്ദ്യം നിരവധി കുടുംബങ്ങളുടെ ഉപജീവനത്തെയും ബാധിക്കുന്നുണ്ട്. മത്സ്യവില ഉയർന്നതോടെ പലരും കോഴിയിറച്ചിയിലേക്ക് തിരിഞ്ഞെങ്കിലും അവിടെയും ആശ്വാസമില്ല. കോഴിത്തീറ്റയുടെ വിലയിലുണ്ടായ വർധനയാണ് കോഴിയിറച്ചിയുടെ വില കൂടാൻ പ്രധാന കാരണം. തീറ്റ നിർമ്മാണ ചെലവും ഗതാഗത ചെലവും വർദ്ധിച്ചതോടെ ഉൽപാദന ചെലവ് ഉയർന്നതായി ഫാം ഉടമകൾ പറയുന്നു. അതിനാൽ സമീപഭാവിയിൽ കോഴിവില കുറയാൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ. തമിഴ്നാട്ടിൽ ഉൽപാദനം കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ മുട്ടയുടെ വിലയും വർദ്ധിച്ചു. സാധാരണ മുട്ടയ്ക്കും നാടൻ മുട്ടയ്ക്കും ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ കൂടുതൽ വില നൽകേണ്ട അവസ്ഥയാണ്. പച്ചക്കറി വിപണിയിലും കഴിഞ്ഞ 2 മാസത്തിനിടെ ശ്രദ്ധേയമായ വിലവർധനയാണ് ഉണ്ടായത്. ചേമ്പ്, ബീൻസ്, തക്കാളി, സവാള, മുരിങ്ങയ്ക്ക തുടങ്ങി നിരവധി ഇനങ്ങളുടെ വില ഗണ്യമായി ഉയർന്നു. തമിഴ്നാട്ടിലും കർണാടകയിലും വിളവെടുപ്പ് സമയത്ത് ലഭിച്ച കനത്ത മഴ കൃഷിനാശത്തിന് കാരണമായി. മറുവശത്ത് ചില പ്രദേശങ്ങളിൽ മഴക്കുറവും ജലക്ഷാമവും ഉൽപാദനം കുറയാൻ ഇടയാക്കി. ഇതോടെ കേരളത്തിലേക്കുള്ള പച്ചക്കറി വരവ് കുറഞ്ഞു. കേരളത്തിലെ പ്രധാന ശീതകാല പച്ചക്കറി ഉൽപാദന മേഖലയായ വട്ടവടയിലും ഇത്തവണ കൃഷി പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല. മഴയുടെ അഭാവവും ഉയർന്ന ചൂടും കർഷകരെ പ്രതിസന്ധിയിലാക്കിയതിനാൽ ഓണക്കാലത്ത് പച്ചക്കറി ലഭ്യത വീണ്ടും കുറയാനും വില ഉയരാനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഓണവിപണി സജീവമാകുന്നതോടെ ആവശ്യകത വർദ്ധിക്കുന്നത് വിലയിൽ വീണ്ടും സമ്മർദ്ദം സൃഷ്ടിക്കുമെന്ന ആശങ്ക ശക്തമാണ്. കുടുംബ ബജറ്റിനൊപ്പം ഹോട്ടൽ, ഭക്ഷണശാല മേഖലകളെയും ഈ സാഹചര്യം ബാധിക്കുന്നു. വിപണിയിൽ അനിയന്ത്രിതമായ വിലവർധന ഒഴിവാക്കാനും ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കാനും സപ്ലൈകോയും പൊതുവിതരണ സംവിധാനങ്ങളും കൂടുതൽ ഫലപ്രദമായി ഇടപെടണമെന്നാണ് ഉപഭോക്താക്കളുടെ ആവശ്യം. സമയബന്ധിതമായ സർക്കാർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഇത്തവണത്തെ ഓണം സാധാരണ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്നാണ് ആശങ്ക. ഓണം പ്രതീക്ഷയുടെയും സമൃദ്ധിയുടെയും ആഘോഷമാണെങ്കിലും വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും ഇത്തവണത്തെ ഓണവിപണിയുടെ വെല്ലുവിളിയാണ്. സർക്കാർ, വ്യാപാരികൾ, ഉപഭോക്താക്കൾ എന്നിവർ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഓണത്തിന്റെ ആഘോഷവും വിപണിയുടെ ഉണർവും ഒരുപോലെ നിലനിർത്താൻ കഴിയൂ. ഓണക്കച്ചവടത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും വിപണിയിൽ പ്രതീക്ഷിച്ച ഉണർവ് ദൃശ്യമല്ല. വിലക്കയറ്റവും കുറഞ്ഞ വാങ്ങൽ ശേഷിയും തുടരുകയാണെങ്കിൽ ഇത്തവണത്തെ ഓണവിപണി കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മന്ദഗതിയിലാകാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.